അപ്പൊ നമ്മളിത് ഇപ്പൊ ഈ സാധനം കെട്ടിയിട്ട് ഇപ്പൊ എത്ര സമയം? ഒരു അരമണിക്കൂറായി. അരമണിക്കൂർ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കെട്ടുന്നതിന് മുന്നേ നിങ്ങളെ കയ്യിന്റെ അവസ്ഥ എന്ത്? കയ്യിന്റെ അവസ്ഥ മടങ്ങൂലായിരുന്നു വരല്. അപ്പം ശരിക്കും ഞാൻ ചലിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വൃത്തി അടിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതെ ആദ്യത്തിൽ അത് പറ്റൂല. അത് പറ്റൂലല്ലോ. ഇങ്ങനെയുള്ള സാധനം മാത്രം പിടിക്കാൻ പറ്റൂ. ഇങ്ങനെയുള്ളതിന് പിടിക്കാം, അല്ല ചെറുത് ഇങ്ങനെ സാധനത്തൊന്നും പിടിക്കാൻ പറ്റില്ല. ഇല്ല. ഇപ്പൊ അത് കെട്ടിയത് നിങ്ങളിപ്പോ എവിടെ വരെ പോയി? ഞാൻ സ്കൂൾ വരെ പോയി. സ്കൂളിൽ എല്ലാരും ചോദിച്ചത് എന്താണ്, അതിന്റെ രോഗത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞാൽ വേറെ ഒന്നും പറഞ്ഞില്ല. എന്താ കെട്ടിയെന്ന് ചോദിച്ചു. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാനല്ല ചോദിച്ചോളൂ. നടന്ന് പോയി വരുമ്പോ നിങ്ങൾക്ക് തോന്നിയ? അല്ല, എനിക്ക് ഒരുപാട് മാറ്റം തോന്നി, ഒരുപാട് വ്യത്യാസം തോന്നി. സാധാരണ സമയത്തല്ല, ഞാൻ സാധാരണ പോണാണ് അവിടെ സ്കൂളിലേക്ക്. ഇന്നിപ്പോ എനിക്ക് കുറെ മാറ്റം തോന്നി. നടക്കാൻ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇറങ്ങി, കയറാനും അതേമായി കയറി. ഒരു കിതപ്പോ കാര്യം ഒരു പ്രശ്നമില്ല. ഇത്ര സമയമായിട്ടുള്ളൂ, ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും? അല്ല, അത് മനസ്സിലായപ്പോ നിങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ, എനിക്ക് മനസ്സിലാവുണ്ടല്ലോ. ചോദിച്ചവരോട് ഞാൻ എല്ലാവരും ഇത് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ സാധനം കാണാത്താണല്ലോ. അത് സ്കൂളിൽ ഇപ്പോൾ ടീച്ചർമാരും മറ്റുള്ളവരും ഒക്കെ ചോദിച്ചു, അവൻ ഇതൊക്കെ രോഗത്തിന്റെ ഭാഗമാണ്, അവൻ പിന്നെ പറയാനാണ്. ഇപ്പൊ സമയമില്ല. അത്ര സമയം കൊണ്ട് തന്നെ വിജയന്റെ കച്ചവടക്കാരനല്ലേ ഇരിക്കുന്നതിലെ അവന്റെ മോള് ചോദിച്ചിരുന്നു. ഓരോ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. അതുപോലെ അച്ഛനും സൂര്യാട്ട ആളാണ്. അപ്പൊ എന്തായാലും ഇത്ര സമയം കൊണ്ട് നമ്മള് വരുന്ന മാറ്റാണ്. ഒരു കയ്യിൽ നമ്മളിത് കെട്ടുമ്പോ തന്നെ നമ്മളിൽ ഇത്രയും മാറ്റം ഉണ്ടാക്കി ഉപയോഗിച്ചാല് അതിന് ഗുണത്ര ഉണ്ടാവും. ഇപ്പൊ കുറഞ്ഞ സമയം കൊണ്ടുള്ളതല്ലേ ഉള്ളൂ, ബാക്കി മുഴുവനായിട്ടില്ലല്ലോ. അപ്പൊ അതാണ് നമ്മളെ ഈ പുടത്തിന്റെ ഗുണം. അപ്പൊ ഇതിനാണ് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പുടത്തിന് എല്ലാരും പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാ. മരുന്ന് കുടിച്ചിട്ട് ശരിയാവാത്ത ആളപ്പം ശരിയാവും. മരുന്ന് എത്ര മരുന്ന് കുടിക്കുന്നുണ്ട്? മരുന്ന് ഇപ്പം ദിവസവും കുടിക്കുന്നുണ്ട്. ഇപ്പം ഇന്നും കുടിച്ചിന്, എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്. മരുന്ന് കുടിച്ചത് 2000, 12,000, 20,000 റുപ്യ ഏകദേശം ആയി കഴിക്കും ഇത്രയും ദിവസം കൊണ്ട്. അത് ഇതിനുള്ള ഇത്ര ആയിട്ടില്ല. കുറച്ച് വ്യത്യാസം, വീക്കം കുറച്ച് പോയി, അത് മാത്രം നീര് നിന്നില്ല. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ. കൈ അത് ശരിയായില്ലേ? അതിന് ഞാൻ വേറെ ആയുർവേദ ഡോക്ടറെ, അലോപ്പതി ഡോക്ടറെ കാണിച്ചപ്പോൾ അതിൽ പറഞ്ഞത് രക്തോട്ടം ഇല്ലായിട്ടാണ്. അതിന് നിങ്ങൾ ബികോംപ്ലക്സിന്റെ ഗുളിക 5 ദിവസം ഓരോന്ന് കഴിച്ചോളാം. അതിപ്പോ കഴിക്കുക. 30 കഴിച്ചു കഴിഞ്ഞ് 30 സർക്കുലേഷൻ പെട്ടെന്ന് തന്നെ കിട്ടി കഴിഞ്ഞപ്പോ തന്നെ നിങ്ങളെ കൈ പറയാനുണ്ട്. അതിപ്പോ എല്ലാം കൊണ്ട് അറിയില്ല കേട്ടോ. എന്റെ കൈയിന്റെ വിരൽ ഇങ്ങനെ ഒരു സമയത്ത് അത് ശരിക്കും നീരൂലായിരുന്നു. ഇവിടെ മടങ്ങി ഇങ്ങനൊക്കെ ഇപ്പൊ അതല്ല. ശരിക്കും ബൽപിടിക്കാൻ പറ്റും. ഏതായാലും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഈ പുറത്ത് ഇറക്കിയത് സാഗർ ജോഷി സാറിന് നമുക്ക് ദോഷമൊന്നുമില്ല, ദോഷമുള്ള കാര്യമല്ല. പ്രത്യേകം നന്ദി രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. നന്ദി രേഖപ്പെടുത്തി തന്നെ വേണം. അല്ലാതെ ഈ പ്രോഗ്രാം ഞങ്ങളിപ്പോ ഇവിടെ നന്ദി മേടിച്ചില്ല, പിന്നെ ഇതിനാ നന്ദി രേഖപ്പെടുത്തുക. അതെ, ഏതായാലും കുറഞ്ഞ സമയം ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ്, അതായത് ഹോം മീറ്റിംഗ് നടത്തിയാണ്. ആ ഹോം മീറ്റിങ്ങിൽ ഇവിടെ ഒരു ഡെമോ കാണിച്ചപ്പോൾ തന്നെ ഇത്രയും അനുഭവം കിട്ടിയിട്ടുണ്ട്. അതും ശരിയാണ്.